ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല നോട്ടം പോലും വീണ് പോരുത്. ചേട്ടാ സൂക്ഷിക്കണം. മോളെ, ഇതിനാണോ മോള് ശബ്ദം ഉണ്ടാക്കിയത്? ഈ കൊച്ചു കുഞ്ഞിന്റെ ബോധം പോലും നിനക്കില്ലാതെ പോയല്ലോ പല്ലവി. അതെങ്ങനെയാ? ഫോണ് കൈ കിട്ടിയ പിന്നെ ഇവളീ ലോകത്തൊന്നും അല്ലല്ലോ. ഞാൻ എപ്പോഴും പറയുമ്പോ നിങ്ങളല്ലേ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. പല്ലവിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ മാപ്പ് ചോദിക്കുക. മാപ്പ് പറഞ്ഞതുകൊണ്ട് ധ്വനിമോളെ അടിക്കാൻ തുടങ്ങിയെന്ന് പരിഹാരാവില്ല. അത് ഇനി പോട്ടെ, സാരമില്ല. ഇനി ഇതിന്റെ പേരില് ആരുമായിട്ടൊരു സംസാരം വേണ്ട. അതെ, ഇനിയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യം കൊണ്ടാ വലിയൊരു അപകടം ഒഴിവായത്. ഇനിയെങ്കിലും ആ കൊച്ച എന്തെങ്കിലും വന്ന് കാണിച്ചാൽ നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ ഞങ്ങളോടെങ്കിലും പറ. അതൊക്കെ ക്ലീൻ ചെയ്യും. നോക്കി നിൽക്കുന്നുണ്ടല്ലേ, ഇറങ്ങി പോടി അങ്ങോട്ട്. മതി. അതെ ദേവേട്ടാ, നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാ. കൈവിട്ടു പോകും മുമ്പ് എങ്ങനെയെങ്കിലും നടത്തിയ നല്ലതാ. കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. കൊള്ളാവുന്ന ബന്ധോ? ഇതിലും നല്ലൊരു ആലോചന ഇനി ഈ വീട്ടിലേക്ക് വരാനില്ല. അതെ, ഇന്ദിര ടിവിന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ MDയുടെ മകനാ പയ്യൻ. അവരെങ്ങനെയാ നമ്മളുമായിട്ട് ഒരു ബന്ധത്തിന് തയ്യാറായത്? ജാതക ചേർച്ച നോക്കി വന്ന ആലോചനയാ. അതെ, അവര് നമ്മളെക്കുറിച്ചും അന്വേഷിച്ചു. അവർക്ക് സമ്മതാ. ഒരു ചടങ്ങിന് എല്ലാരും കൂടി ഹോട്ടലിൽ വെച്ച് കാണാന്നാ പറഞ്ഞേ. ദുർഗയോട് ചോദിച്ചോ? എന്തിന്? അവളുടെ കല്യാണക്കാര്യം അവളോട് ചോദിക്കണ്ടേ? ഏത് നേരം നിങ്ങൾക്ക് ആ നശിച്ചവളുടെ ചിന്ത മാത്രമേ ഉള്ളോ? നിങ്ങൾക്ക് മറ്റൊരു മകൾ കൂടി ഉണ്ട്, അത് മറന്നോ? എന്നാലും മൂത്തവളായ ദുർഗ നിൽക്കുമ്പോ എങ്ങനെയാ? എനിക്ക് ആകെ ഒരു മകളേ ഉള്ളൂ. അവൾക്ക് നല്ലൊരു ആലോചന വരുമ്പോ അത് വേണ്ടാന്ന് വയ്ക്കാൻ എനിക്ക് പറ്റില്ല. നാത്തു പറയുന്നത് ശരി. ഇനി ഇതുപോലൊരു നല്ലൊരു ആലോചന വരണമെന്നൊന്നുമില്ല. വെറുതെ ഓരോ ന്യായം പറഞ്ഞ് വന്നു കയറിയ ഭാഗ്യം തട്ടിക്കളഞ്ഞ് അഷിതയുടെ ഭാവി നശിപ്പിക്കരുത്. ഇവിടെ ആർക്കും അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല നാത്തൂനെ. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയവളുടെ മോളുടെ ഭാവിയെക്കുറിച്ചാ ഇവിടെ എല്ലാവർക്കും ചിന്ത. അവള് മാത്രം ജീവിച്ചാ മതിയല്ലോ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എന്റെ ജീവിതം നശിച്ചതുപോലെ എന്റെ മോളുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ആലോചനയ്ക്ക് ആരെങ്കിലും തടസ്സം നിന്നാ പിന്നെ ആരും മനസമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയുമെന്ന് കരുതണ്ട. പ്രത്യേകിച്ചും നിങ്ങളുടെ മോള്. അവളെ ഞാൻ നിലം തൊടിക്കില്ല, പറഞ്ഞേക്കാം. നിൽക്ക്. ഞാനിപ്പോ എന്താ വേണ്ടേ അതൊന്നു പറ. ഹോട്ടലിൽ വെച്ച് എല്ലാവരെയും കാണാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടന് വരണം. നമ്മളെല്ലാരും ചേർന്ന് ഈ കല്യാണം ഭംഗിയായി നടത്തണം. എന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങൾക്ക് വരാൻ വൈകി അതിപ്പോ പറയണം.
ഞാൻ വരാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ. ആ വാ വേ വാ വാ, വാ. 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 അല്ല, നിങ്ങളിതെല്ലാരും കൂടി എങ്ങോട്ടാ? ക്ഷേത്രത്തിലേക്ക് അമ്മേ. ക്ഷേത്രത്തിലേക്കോ? എന്നിട്ടെന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? ഞാനും കൂടി വരുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, ഒരുപാട് പടിക്കെട്ടുകളിലുള്ള ക്ഷേത്രമാ. അമ്മയുടെ മുട്ടുവേദനയും കൊണ്ട് ആ പടികളൊക്കെ കേറാൻ പാടായിരിക്കും. അതാ വിളിക്കാതിരുന്നത്. അല്ലേ നാത്തുനെ? ആ, ആ, അതെ അതെ. എന്നാ ഒരു കാര്യം ചെയ്, ദുർഗയും കൂടി കൊണ്ടുപോ. അവൾക്ക് മുട്ടുവേദനയൊന്നും ഇല്ലല്ലോ. പറ്റില്ല, ഇവളെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? ദുർഗ ഈ വീട്ടിലെ കുട്ടിയല്ലേ? കാര്യവും കാരണവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. വെറുതെ ഞങ്ങളുടെ സന്തോഷം തകർക്കാൻ അമ്മ നോക്കണ്ട. മുത്തശ്ശി പറഞ്ഞത് ശരിയല്ല അമ്മേ. ദുർഗേച്ചി നമ്മുടെ കൂടെ വന്നോട്ടെ. വാ ചേച്ചി. ദേ അഭി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയരുതെന്ന് പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മുത്തശ്ശി, ഞാൻ പോകുന്നില്ല. ഇവരെല്ലാം പോയിട്ട് വരട്ടെ. കണ്ടോ, ഇവക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നെ അമ്മയ്ക്ക് എന്തിനാ ഇത്ര വാശി? നിനക്കും ഇവളുടെ അഭിപ്രായം തന്നെ ആയിരിക്കും അല്ലേ? ഇതൊന്നും അത്ര നല്ലതിനല്ല. മുത്തശ്ശി, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ഭഗവാനെ കാണാൻ ഒരുപാട് പടിക്കെട്ടുകൾ കയറി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. മുത്തശ്ശി. നല്ല മനസ്സുണ്ടാവണം, എന്നാലേ ദൈവം അനുഗ്രഹിക്കൂ. ശ്ശോ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഉടനെ പ്രാകാൻ തുടങ്ങും. ഞാൻ പ്രാഗിയതൊന്നുമല്ല, ഉള്ള സത്യം പറഞ്ഞതാ. യോ മുത്തശ്ശി, ഇങ്ങ് വന്നേ. നിൽക്കേ. വന്നേ. ഹ, ഇനി നിന്ന് സമയം കളയണ്ട, വേഗം പോകാൻ നോക്ക്. അല്ല, ഒരുപാട് പടിക്കെട്ട് കയറാനുള്ളതല്ലേ? ചെല്ല് ചെല്ല് ചെല്ല്. നടക്കട അങ്ങോട്ട്. വാ. ചെല്ല്. ആ, ആ. ഇത്രയും വർഷം നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഇതുപോലൊരു ഹോട്ടലിനകത്ത് കയറാൻ നമുക്കിതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതെ, എല്ലാ അക്ഷിതയുടെ ഭാഗ്യം. എന്താ എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുന്നെ? പരസ്പരം തുറന്ന് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ശരി, നമുക്കാദ്യം ഫുഡ് ഓർഡർ ചെയ്യാം. ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കാമല്ലോ. ആ, അതെ. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ മടിക്കാതെ ഓർഡർ ചെയ്തോളൂ. അതെ അതെ, ബില്ലിന്റെ കാര്യോർത്ത് ആരും മടിക്കണ്ട. അതൊക്കെ ഞങ്ങൾ തന്നെ കൊടുത്തോളാം. ഇനിയിപ്പോ വിവാഹം നടന്നില്ലെങ്കിലും പൈസയൊന്നും തിരിച്ചറിയേണ്ട കാര്യമില്ല. ചന്ദ്രമതി, അക്ഷിത പൃഥ്വിയാണോ നോക്കുന്നേ? രാവിലെ എല്ലാരും കൂടി എവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ. അമ്പലത്തിൽ പോയതാ. അപ്പൊ താനും മുത്തശ്ശി എന്താ പോകാതിരുന്നേ? മുത്തശ്ശിക്ക് മുട്ടുവേദനയുള്ളതല്ലേ, പടികളൊക്കെ കേറാൻ പാടാ. ഞാൻ പിന്നെ ഇവിടെ ഒരുപാട് ജോലികൾ തീരാൻ ബാക്കിയുണ്ട്, അതാ. ആരോ മെസ്സേജ് അയച്ച് തകർക്കുന്നുണ്ടല്ലോ. കോളേജ് റീയൂണിയനാ, അതിന്റെ ഗ്രൂപ്പിലെ ബഹള. അടിപൊളി. അപ്പൊ ഒരു ദിവസം തകർക്കാനുള്ള സംഭവമായല്ലോ. ഏയ് ഇല്ല, ഞാൻ പോകുന്നില്ല. അതെന്താ? അത് ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല, നോട്ടം പോലും വീണ് പോരുത്.